നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി പാൽപ്പത്തിരിയുടെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾ പർപ്പസ് ഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തൊന്ന് കൊണ്ടുവരണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്തൊന്ന് കൊണ്ടുവരാം. ഇനി നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ലൂസായിട്ട് വേണം ഇതിൻ്റെ ബാറ്റർ ഇരിക്കാനായിട്ട്. നല്ല ലൂസ് എന്ന് വെച്ചാൽ നിർദോശയുടെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതിൻ്റെ ബാറ്റർ നമുക്ക് കിട്ടാൻ. ഇനി നമുക്ക് ഓരോ തവി വീതം ഒരു ഫ്രൈങ് പാനിൽ കോരി ഒഴിച്ചിട്ട് നല്ല തിന്നായിട്ടുള്ള ദോശ ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ പരത്തി കൊടുക്കണമെന്നില്ല, ഇതുപോലെ ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഒരു സൈഡ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ദോശയും പെട്ടെന്ന് തന്നെ ഒന്ന് ചുട്ടെടുക്കാം. നല്ല കനം കുറഞ്ഞിട്ടുള്ള ദോശയായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. ഇതുപോലുള്ള എല്ലാ പത്തിരിയും നമുക്ക് ചുട്ടിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ കിസ്മിസും ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റി ഒരു സൈഡിലേക്ക് ഒന്ന് വെക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് 4 മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസായി കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ്, ഒപ്പം തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി അതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ പാലും മുട്ടയും ചേർത്തിട്ടുള്ള മിക്സ് ഒരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നെയ്യാണ്. എക്സ്ട്രാ വേറെ നെയ്യൊന്നും നമ്മൾ ചേർക്കുന്നില്ല. കാഷ്യൂ നട്ട്സും കിസ്മിസും വറുത്തിട്ട് ബാക്കിയുള്ള നെയ്യാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു എക്സ്ട്രാ ഫ്ലേവറും അതുപോലെ കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുങ്കുമപ്പൂ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റൗ ടോപ്പിൽ ഏത് പാത്രത്തിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ഇറങ്ങുന്ന ഒരു കേക്ക് ടിൻ എടുക്കുക. നമുക്കിതിന് താഴെ ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കാം. സൈഡിലൊക്കെ നമ്മൾ നെയ്യ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ദോശ വെച്ച് കൊടുക്കാം. അതിൻ്റെ മീതെ ഒരു തവി മുട്ടയും പാലും കൂടി ചേർത്തുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മീതെ നമുക്ക് അടുത്ത പത്തിരി കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതിൻ്റെ മീതെ പാല് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ മുകൾ വശം വരെ നമുക്ക് നിറച്ചു കൊടുക്കാം. അതിൻ്റെ മീതെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും അതുപോലെ റേസിൻസും വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എപ്പോഴും ഈ പാത്രം എടുക്കുമ്പോൾ കുറച്ച് വട്ടം കൂടിയ പാത്രം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ വട്ടം കുറവുള്ള പാത്രമായിരുന്നു. ഞാനിപ്പോൾ പ്രഷർ കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പ്രഷർ കുക്കർ, അതിൻ്റെ അകത്തൊരു സ്റ്റീലിൻ്റെ റിങ് വെച്ചിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാൻ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ പ്രഷർ കുക്കറിൻ്റെ ഗ്യാസ്കറ്റും അതുപോലെ തന്നെ വിസിലും മാറ്റിയതിന് ശേഷമാണ് ഇത് മൂടി കൊടുക്കുന്നത്. ഈ ഹോളൊന്നും അടച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 1 മണിക്കൂർ വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ എൻ്റെ പാനിൻ്റെ വട്ടം കുറവായതുകൊണ്ടാണ് ഇതുപോലെ ഒരുപാട് പൊങ്ങി വന്നിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. നല്ല നീറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ വെന്തും നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറുന്നത് വരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ ചൂടൊക്കെ ആറിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. ഇനി നമുക്കൊരു കത്തി കൊണ്ടിൻ്റെ സൈഡ്സ് വെറുതെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ തിക്കി കൊടുക്കാം. നമുക്ക് എളുപ്പത്തിൽ ഈ പാത്രത്തിൽ നിന്ന് ഡിമോൾഡ് ചെയ്ത് എടുക്കാനാണ്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് ഡിമോൾഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയതിന് ശേഷം വേറൊരു പ്ലേറ്റ് അതിന് മീതെ വെച്ച് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്തിട്ടുള്ള ഭാഗം മുകൾ ഭാഗത്തായിട്ട് വരും. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലെയേഴ്സൊക്കെ വരുന്നൊരു അടിപൊളി പത്തിരിയാണ്. നല്ല ടേസ്റ്റാണ്. ഉള്ളിലൊക്കെ എന്തായാലും വെന്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ വെന്തിട്ടില്ല എന്നൊക്കെ തോന്നും. പക്ഷെ എന്തായാലും വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓരോ ലെയേഴ്സും നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാൽപ്പത്തിരിയാണ്. നോമ്പ് തുറക്കാനായിട്ട് ഇത് ഒരു കഷ്ണം മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുവരെ പാൽപ്പത്തിരി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ.